ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ തന്നൊരു ഡേ ഇൻ മൈ ലൈഫ് കാണിക്കാമെന്ന് കരുതി. നമ്മൾ കുറേ നാളുകൾക്ക് മുമ്പ് ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോഴാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതാ രാവിലെ എണീറ്റ് ഞാനൊന്ന് ബ്രഷ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതാ അടിച്ചു വരികയാണ്. അപ്പോൾ ഇത് അലക്കാനുള്ള തുണികൾ അവിടെയും ഇവിടെയൊക്കെ ഉണ്ടാവും, കുട്ടികളുടെയൊക്കെ. അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റി വയ്ക്കും. അങ്ങനെ ജസ്റ്റ് ഒന്ന് മുറ്റമൊക്കെ ഒന്ന് അടിച്ചിടും. അമ്മ എണീറ്റ് കുളി കഴിഞ്ഞ് വന്ന് വിളക്ക് എത്തിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതാ ഞാൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. പാൽ ചായ ഉണ്ട്, കട്ടൻ ചായ ഉണ്ട്. അത് ഏട്ടന് വേണ്ടിയിട്ട് മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. ഏട്ടൻ ജിമ്മിൽ പോകുന്നുണ്ട്. അപ്പം അത് കഴിഞ്ഞ് വരുമ്പോൾ മുട്ട കൊടുക്കും. പിന്നെ ഇതാ ചപ്പാത്തിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ചപ്പാത്തി പരത്തിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഞാൻ പരത്തുന്നതിൻ്റെ ഒപ്പം തന്നെ ചുട്ടെടുക്കും, അല്ലെങ്കിൽ ഒക്കെ പരത്തി കഴിഞ്ഞതിന് ശേഷമാണ് ചുട്ടെടുക്കുക. വലിയ ഷേപ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ എൻ്റെ ചപ്പാത്തിക്ക്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. ഇപ്പോൾ നമ്മുടെ ചപ്പാത്തി ചുടലൊക്കെ പുരോഗമിക്കുകയാണ്. ചട്ടിയിൽ നിന്ന് എടുക്കാറാകുമ്പോഴേ ചിലപ്പോൾ ഞാൻ എണ്ണ തൂവി കൊടുക്കാറുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ എണ്ണ തൂവാതെ ചപ്പാത്തി ചുട്ടെടുക്കാറുണ്ട്. രണ്ട് വിധത്തിലും ചെയ്യാറുണ്ട്. ഏട്ടന് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട. ഏട്ടൻ അവിടെ റിസോർട്ടിൽ നിന്നാണ് കഴിക്കാറ്. പിന്നെ ഇവിടുന്ന് ജിമ്മൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വരുമ്പോൾ ചിലപ്പോൾ 2 ദോശ, ഒരു ചപ്പാത്തി അങ്ങനെയൊക്കെയാണ് കഴിക്കാറുള്ളൂ. അത് ചാരിക്കുട്ടി എണീറ്റ് വന്നു കേട്ടോ. പാറക്കുട്ടി എണീറ്റിട്ടുണ്ടായിരുന്നു, പക്ഷെ അവളിതാ കിടക്കേൻ്റെ ഉള്ളിൽ, വിരിൻ്റെ ഉള്ളിലാണ്. പാറക്കുട്ടി എണീറ്റ് അരമണിക്കൂറെങ്കിലും അവൾ ഇങ്ങനെ ഇതുപോലെ കിടക്കും. അത് കഴിഞ്ഞിട്ടാണ് അവൾ എണീറ്റ് വരലും ബ്രഷ് ചെയ്യലും ചായ കുടിക്കലും എല്ലാം. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ രാവിലകൾ. ഇവർ എണീറ്റാൽ പിന്നെ എങ്ങനെയാണ് നമുക്ക് ടൈം പോവാന്നറിയില്ല. കാരണം ഇവരുടെ അടുത്തേക്ക് ചെല്ലാനേ നേരം ഉണ്ടാവുള്ളൂ. ചാരുക്കുട്ടി നേരെ നമ്മളെവിടെയാണുള്ളത് അങ്ങോട്ട് വരും. അതാ ചാരുക്കുട്ടി നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരാഴ്ചയായിട്ട് അവൾ കുഴപ്പമില്ലാണ്ട് നടക്കും. അങ്ങനെ ചാരുക്കുട്ടീനെ ഞാൻ പല്ലേപ്പിച്ച്, 2 കുഞ്ഞ് പല്ലുണ്ട്. അപ്പോൾ അത് വെറുതെ കൈ കൊണ്ടൊന്ന് തേപ്പിച്ച് ഞാൻ അവൾക്ക് ആദ്യം ചായ കൊടുക്കും. അതിന് ശേഷമാണ് പാറക്കുട്ടീനെ ചായ കുടിപ്പിക്കാറ്. ആ പാറക്കുട്ടിക്ക് ഞാൻ ബ്രഷൊക്കെ ചെയ്യിപ്പിച്ച് ചായ കൊടുക്കുകയാണ്. അവൾക്ക് പീനട്ട് ബട്ടർ തേച്ചിട്ടാണ് ഞാൻ കൊടുക്കാറ്. കറിയൊന്നും അവൾക്ക് അധികം ഇഷ്ടമല്ല, അപ്പം ഇങ്ങനെ കൊടുക്കും. അപ്പോൾ ഞാൻ പാറക്കുട്ടീൻ്റെ ഒപ്പം തന്നെ കഴിക്കുകയാണ്. ഞങ്ങൾക്ക് വേണ്ടിയിട്ട്, എനിക്കും അമ്മയ്ക്കും വേണ്ടിയിട്ട് ഉള്ളിയും തക്കാളിയും വെച്ചിട്ടൊരു കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. ചാരുക്കുട്ടി ഇതാ എൻ്റെ കറിയിൽ വെറുതെ ഒപ്പിയിട്ട് അവളുടെ വായിലേക്കാണ്. കഴിക്കണമൊന്നുമില്ല, വെറുതെ വായിൽ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ അവർക്ക് മുട്ട പുഴുങ്ങിയത് കൊടുക്കുകയാണ്. 2 പേർക്കും വെള്ള കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ അവർക്ക് മുട്ടയൊക്കെ കൊടുത്ത് ഞാൻ കഞ്ഞി വെച്ചു. അവർക്ക് ക്യാരറ്റും പൊടിയരി ഇട്ടിട്ടാണ് കഞ്ഞി വയ്ക്കാറ്. അങ്ങനെ കഞ്ഞി അടുപ്പത്ത് വെച്ച് ഞങ്ങൾ 3 പേരും കുളിച്ചു കേട്ടോ. ഞാനും പാറക്കുട്ടിയും ചാരുക്കുട്ടിയൊക്കെ കുളിച്ചു. ആ പാറക്കുട്ടിയുടെ മുഖത്ത് ചെറുതായിട്ടൊരു വീക്കുണ്ടായിരുന്നു, നഖം തട്ടിയിട്ട് ഇങ്ങനെ വീങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ണിൻ്റെ അടിക്കൊക്കെ വന്നപ്പോൾ ഒന്ന് ഡോക്ടറെ കാണിക്കാമെന്ന് കരുതി. ഹോമിയോ ഡോക്ടറെയാണ് നമ്മൾ കാണിക്കാറ്. അത് കഴിഞ്ഞ് വന്നത് ആ ചാരുക്കുട്ടീനെ ഉറക്കി. അതിന് ശേഷം പാറക്കുട്ടിക്ക് വത്തക്ക വേണമെന്ന് പറഞ്ഞിട്ട് വത്തക്ക മുറിച്ച് കൊടുത്തു. അപ്പോൾ വത്തക്ക കഴിക്കുകയാണ്. ഞാൻ ചോറുണ്ണാണ് കേട്ടോ. വെണ്ടയ്ക്കുപ്പേരിയും അച്ചാറൊക്കെ കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം കിടന്നു ഞങ്ങളെല്ലാവരും. ചാരുക്കുട്ടിയൊക്കെ എണീറ്റു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം പാറക്കുട്ടിക്ക് വേണ്ടിയിട്ട് ബ്രെഡ് പൊരിച്ചു. പാറക്കുട്ടി അധികം ചായ കുടിക്കാറില്ല, അപ്പോൾ നമ്മൾ വെള്ളം കലക്കി കൊടുക്കാറാണ് ചെയ്യാറ്. ചിലപ്പോൾ നാരങ്ങ വെള്ളം അല്ലെങ്കിൽ ടാങ്ക് അങ്ങനെ എന്തെങ്കിലും വെള്ളം ഉണ്ടാക്കിയിട്ടാണ് കൊടുക്കാറ്. ഹായ്, അപ്പോൾ ഞങ്ങളൊന്ന് തൃശ്ശൂർ വരെ പോകാൻ ഇറങ്ങിയതാണ് കേട്ടോ. വെറുതെ നല്ല പൂരപ്പറമ്പും സമയങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ പോയിട്ട് വരാം കേട്ടോ. അപ്പം അങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് ഞങ്ങൾ മേലൊക്കെ കഴുകി
ഏട്ടനും വന്നിട്ടുണ്ടായിരുന്നു. ഏട്ടനും കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. പാറക്കുട്ടീനെ നമ്മൾ ആദ്യം ബാക്കിലായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു, അമ്മയുടെ അടുത്തായിരുന്നു. പക്ഷെ കുറച്ച് ദിവസമായിട്ട് അവൾക്ക് എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ അവൾക്ക് തന്നെ മുന്നിലിരിക്കണം. അപ്പം അങ്ങനെ അവളാണ് മുന്നിലിരിക്കാറ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം പോകണമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിന് സാധിച്ചില്ല. ചാരിക്കുട്ടിയൊക്കെ ചെറുതായിരുന്നല്ലോ. അപ്പോൾ പിന്നെ ഒന്നുകൂടി വളർന്നതുകൊണ്ട് നമ്മൾ ഈ പ്രാവശ്യം പോകാമെന്ന് കരുതി. എങ്ങനെ ഉണ്ടാവുമെന്നൊന്നും അറിയില്ല, എന്തൊക്കെ കാണാൻ പറ്റുമെന്നും അറിയില്ല. വെറുതെ ഒന്ന് പോയി നോക്കാമെന്നുള്ള ഇതിൽ പോയി നോക്കുകയാണ്. അപ്പോൾ നമ്മൾ പുള്ളിലെത്തി നിറയെ താമരപ്പൂക്കളാണ് കേട്ടോ കാണുന്നത്. ക്യാമറയിൽ അത്ര ക്ലിയർ ഉണ്ടായില്ല, പക്ഷെ ഒരുപാട് താമരപ്പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എങ്ങനെയൊക്കെയായാലും നമ്മുടെ ഈ സൂര്യനും താമരപ്പൂക്കളും പാടങ്ങളും എന്നൊരു എന്താ പറയുക, ഭംഗി നിറഞ്ഞു നിൽക്കുന്ന ഒരു ഇതാണല്ലേ, മനസ്സിന് നല്ല സുഖം കിട്ടുന്ന ഒരു കാഴ്ചയാണ്. അപ്പം അങ്ങനെ അതാ ഞങ്ങൾ പാടങ്ങളും ഒക്കെ കഴിഞ്ഞ് പോവുകയാണ്. 14 കിലോമീറ്റർ ഉണ്ട് കേട്ടോ അവിടുന്ന്. ഞങ്ങൾ തൃപ്രയാർ അടുത്താണ് നിൽക്കുന്നത്. അപ്പോൾ അവിടുന്ന് 14 കിലോമീറ്റർ ഉണ്ട്. അപ്പം അങ്ങനെ അത്യാവശ്യം റോട്ടിലൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. തൃശ്ശൂർക്ക് അടുക്കും തോറും റോട്ടിലൊക്കെ തിരക്ക് കൂടി വരുമായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ പേടി എന്താണെന്ന് വെച്ചാൽ പാറക്കുട്ടി ഉറങ്ങിയിട്ടില്ല. ഉച്ചയ്ക്ക് ഉറങ്ങിയാൽ അവൾ 6 മണി വരെ, 6 മണി കഴിഞ്ഞാലും എണീക്കില്ല, അങ്ങനെ കിടന്നുറങ്ങും. അപ്പോൾ ഉറങ്ങിയിട്ടില്ല ഇന്ന്. അതുകൊണ്ട് അവൾ എപ്പോഴാണ് ഉറങ്ങാമെന്നൊന്നും അറിയില്ല. അപ്പോൾ അവൾ ഉറങ്ങുമ്പോൾ നമ്മൾ ഉറങ്ങാതെ നോക്കുകയാണ് കേട്ടോ. അതാ ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ശ്രദ്ധ തിരിക്കുകയാണ് ഉറങ്ങണേന്ന്. അവയ്ക്ക് ഈ ലൈറ്റ്സൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കണ്ടില്ല, എല്ലായിടത്തും നല്ല പോലെ ലൈറ്റൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ആ കാണുന്ന ബിൽഡിങ് കണ്ട, അതിൻ്റെ ആ ലൈറ്റിങ് അറേഞ്ച്മെൻറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. നീളത്തിൽ കണ്ടിട്ട് ഫ്ലാറ്റാണ് തോന്നുന്നു. അങ്ങനെ പോയി ഞങ്ങൾ ട്രാഫിക് ബ്ലോക്കിലെത്തി. പക്ഷെ വലിയ പ്രശ്നമില്ലാതെ തന്നെ പോന്നു. ഞങ്ങളിപ്പോൾ പോണത് ആനച്ചമയം കാണാനാണ്, തിരുവമ്പാടി. ഇപ്പോൾ അമ്പലത്തിലും അതിന് ചുറ്റും എല്ലാം ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റോഡൊക്കെ തിരക്കായിരുന്നു കേട്ടോ. വണ്ടി നിർത്താൻ സ്ഥലം കിട്ടുമെന്നായിരുന്നു പേടി. കാരണം അതുപോലെ ജനങ്ങളുണ്ടായിരുന്നു. ആൾക്കാർ വരുവും പോവും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരു വിധത്തിൽ വണ്ടിയൊക്കെ നിർത്തി ആനച്ചമയം കാണാനായിട്ട് പോയി. അപ്പോൾ ആനയുടെ കൊടയും നെറ്റിപ്പട്ടും തിടമ്പ് അങ്ങനത്തെ സകല സാധനങ്ങളും ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ ആനച്ചമയം നമ്മൾ കാണുന്നത്. അപ്പം അതിൻ്റെ ആ ഒരു സന്തോഷം കൂടി ഉണ്ടായിരുന്നു. കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ടായിരുന്നു ആ കുടകളൊക്കെ കാണാനായിട്ട്. ചിലത് നൂർത്തി വെച്ചിട്ടും ചിലത് നൂർത്താണ്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. ദേവീ രൂപത്തിലും ഒക്കെ ഉണ്ടായിരുന്നു. കൃഷ്ണൻ്റെ രൂപത്തിൽ, പരമശിവൻ്റെ രൂപത്തിൽ, രാമൻ, അങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ, ആൾക്കാരല്ല ദൈവങ്ങളുടെയൊക്കെ രൂപത്തിൽ ഉള്ള കുടകളൊക്കെ ഉണ്ടായിരുന്നു.
ഇതൊക്കെ ശരിക്കും കാണാൻ പറ്റുമെന്ന് ജീവിതത്തിൽ വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല, നമുക്ക് നേരിട്ട് കാണാൻ പറ്റുമെന്ന്. അപ്പോൾ കണ്ടപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി. ഏട്ടൻ എല്ലാ വർഷവും ഇവിടെ തൃശ്ശൂർ വന്നേ പിന്നെ എല്ലാ വർഷവും പൂരത്തിനും എല്ലാത്തിനും പോവാറുണ്ട്. ഞാനും അമ്മയും ആദ്യമായിട്ടാണ് ഇതൊക്കെ നേരിട്ട് കാണുന്നത്. കണ്ടില്ല എന്ത് ഭംഗിയായിട്ടാണ് നമ്മുടെ ശ്രീരാമനൊക്കെ ഒരുക്കി വെച്ചിരിക്കണേ. കുഞ്ഞികൃഷ്ണനും എല്ലാവരും ഉണ്ട്. അപ്പം അങ്ങനെ ഞങ്ങളതൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വെറുതെ റൗണ്ടിലേക്കൊന്ന് പോയി നോക്കാമെന്ന് കരുതി. അപ്പോൾ അവിടെ എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല. അപ്പോൾ ചെന്ന് കയറിയപ്പോൾ തന്നെ നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. റൗണ്ടിലൊന്നും സ്ഥലം ഉണ്ടായിരുന്നില്ല കേട്ടോ. നിറയെ വണ്ടികളും ആൾക്കാരെ കൊണ്ടും ഇപ്പോൾ തന്നെ നിറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കച്ചവടക്കാരും ഇറങ്ങിയിട്ടുണ്ട്. ആനേനൊക്കെ വണ്ടി കയറ്റി പൂരത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവരികയാണ്. നമ്മൾ വരുന്ന വഴിക്ക് വേറെയും 2 ആനകളെ കണ്ടിട്ടുണ്ടായിരുന്നു. ആന അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും സങ്കടം തോന്നിയിട്ടോ. കാരണം കഴുത്തിലൊരു കയർ കെട്ടി വെച്ചിട്ടുണ്ട്. വണ്ടി പോകുമ്പോൾ ഇളകാതൊക്കെ വേണ്ടിയിട്ട് 2 കാലിൻ്റെയും ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് മുള വെച്ച് കെട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു അരമണിക്കൂറെങ്കിലും 3/4 മണിക്കൂർ ഞങ്ങൾ ആ റൗണ്ടിൽ തന്നെ കുടുങ്ങിക്കിടന്നു. ചാരുക്കുട്ടിയൊക്കെ ബഹളം വെക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം ചൂടെടുത്തിട്ട് വെള്ളമൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, അതൊക്കെ കൊടുത്തു. എന്നാലും അവർക്ക് അത്രയും നേരം നിന്നപ്പോഴേക്കും എല്ലാവരും ക്ഷീണിച്ചു എന്ന് തന്നെ പറയാം. അങ്ങനത്തെ ഒരു വിധത്തിൽ ഞങ്ങൾ ബ്ലോക്കൊക്കെ കഴിഞ്ഞ് പോവുകയാണ്. അപ്പം അങ്ങനെ വടക്കുന്നാഥൻ്റെ തെക്കേ നടയുടെ മുന്നിലെത്തി. പൂരത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുകയായിരുന്നു അമ്പലം. എക്സിബിഷനൊക്കെ കാണണമെന്നുണ്ടായിരുന്നു, പക്ഷേ തിരക്കുകൊണ്ട് നമുക്ക് ഒന്നും കാണാനോ ഒന്നും സാധിച്ചില്ല. ചാരുക്കുട്ടി ഡ്രസ്സൊക്കെ അഴിച്ചിട്ട് കുറുമ്പാണ് കേട്ടോ. ചൂടെടുത്തിട്ട് ആകെ കുറുമ്പ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ചാരുക്കുട്ടി. നമ്മൾ പോകുന്ന വഴിയൊക്കെ ഈ ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ കുറേ പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങി. കുറച്ച് നുറുക്കും ഹലുവയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ അത് അത്രയ്ക്കുള്ള ഇന്നത്തെ ഒരു വിശേഷം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.